വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ട റാന്നി പുതമണ്ണിൽ അപകടാവസ്ഥയിലായ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കും. PWD ബ്രിഡ്ജസ് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പുതിയ പാലം നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയത്. അതേസമയം പാലം നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ സമാന്തര പാത നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് പ്രമോദ് നാരായണൻ MLA അറിയിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി റാന്നി റോഡിലെ പുതുമൺ പാലം അപകടാവസ്ഥയിലായതോടെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി ആളുകളും സഞ്ചരിക്കുന്ന പാലത്തിൽ കഴിഞ്ഞ ദിവസമാണ് വിള്ളൽ കണ്ടെത്തിയത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശാനുസരണം ബ്രിഡ്ജസ് വിഭാഗം ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം പാലത്തിൽ പരിശോധന നടത്തിയ ശേഷമാണ് പുതിയ പാലം നിർമ്മിക്കാൻ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയത്. 70 വർഷത്തിലേറെ പഴക്കമുള്ള പാലം, അതിനടിഭാഗം കരിങ്കൽ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ചേർന്നുള്ള ഭാഗമാണ് പിന്നീട് പുതുക്കിപ്പണിതിട്ടുള്ളത്. എന്നാൽ ഈ പഴക്കമുള്ള സ്ഥലത്ത് ഇത്രയും ഭാരമുള്ള വാഹനങ്ങൾ, ഇത്രയും അധികം ട്രാഫിക് കണക്കാക്കേണ്ട ഒരു നിർമ്മിതിയല്ല അത്രയും കാലം മുമ്പുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വിള്ളലുണ്ട്, അവിടെ പൊട്ടലുകളുണ്ട്, അപകടാവസ്ഥയിലാണ്. പാലം പൂർണ്ണമായി പുനർനിർമ്മിക്കേണ്ടി വരും എന്നാണിപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. 70 വർഷത്തിലധികം പഴക്കമുള്ള പാലം അപകടത്തിലായതോടെ ഈ വഴിയുള്ള വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം റാന്നി MLA പ്രമോദ് നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്നു. യോഗത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. പുനലൂർ കലയനാട് ചാലിയക്കര പാത തകർന്നിട്ട് 5 വർഷത്തിലേറെയായി. തകർന്ന പാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങാത്തതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. യാത്രാ ദുരിതം അകറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. ചാലിയക്കര AVT എസ്റ്റേറ്റ്, അമ്പിക്കോണം, പുതുപ്പടപ്പ് നിവാസികളുടെ ഏക യാത്രാമാർഗമാണ് ഇത്. എസ്റ്റേറ്റ് ലയങ്ങളിലെ താമസക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങൾ പുനലൂരിൽ എത്താൻ ആശ്രയിക്കുന്ന പ്രധാന യാത്രാമാർഗം റോഡ് തകർന്ന് വലിയ കല്ലുകൾ മുഴച്ചു നിൽക്കുന്ന നിലയിൽ ഈ അവസ്ഥ തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. ഇവിടുന്ന് അമ്പിക്കോണത്തുനിന്ന് ചാലിക്കര വഴി പോവുകയാണെങ്കിൽ നമുക്ക് പുനലൂർ എത്തുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 6-6.5 കിലോമീറ്ററേ ഉള്ളത്. നേരെ മറിച്ച് നെല്ലിപ്പള്ളി വഴി പോവുകയാണെങ്കിൽ 9-10 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിത് വഴി പോകാവുന്ന റോഡാണ്. ഇത് ജില്ലാ പഞ്ചായത്താണ് ഇത് ഫണ്ട് വെച്ച് സൈഡ് കെട്ടും ടാറിങ്ങും ഒക്കെ നടത്തിയത്. ഇപ്പോൾ 5 വർഷക്കാലം കൊണ്ട് അത് വളരെ ദുർഘടമായ രീതിയിൽ മനുഷ്യന് യാത്ര ചെയ്യാൻ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇത് യാത്ര ചെയ്യുന്നതാണ്. അത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കിടക്കുന്നു. അത് അധികൃതർ ഇതിനകത്ത് ഇടപെടണം എന്ന് മാത്രം പറയുന്നു. എസ്റ്റേറ്റിൽ ലയങ്ങളിലുള്ളവർ ഉൾപ്പെടെ കലയനാട് അർബൻ PHCയിൽ ചികിത്സ തേടുന്നതിന് ഇതുവഴി 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയാകും. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം നെല്ലുപ്പള്ളി വഴി 11 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. 10 വർഷം മുൻപ് ജില്ലാ പഞ്ചായത്താണ് റോഡിന്റെ സൈഡ് കെട്ടി ടാർ ചെയ്തത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ത്രിതല പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി. ന്യൂസ് 18 പുനലൂർ. പുനലൂർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് നിർമ്മാണം ബജറ്റ് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുന്നു. നവീകരണത്തിനായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് മാറ്റി സ്ഥാപിച്ചിട്ട് 5 വർഷം പിന്നിടുന്നു. 5 കോടി രൂപയാണ് എഡ്യൂക്കേഷൻ കോംപ്ലക്സിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചത്. അതിനനുസരിച്ചുള്ള എസ്റ്റിമേറ്റും പ്ലാനുമെല്ലാം PWD തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭരണാനുമതിയും അതുപോലെ തന്നെ സാങ്കേതിക അനുമതിയും ഒക്കെ ലഭിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ നിർമ്മാണം ആരംഭിക്കും. ഇപ്പോൾ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന AU ഓഫീസ്, അത് വളരെ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് ആ സ്ഥലത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. പുനലൂരിലെ MLAയും വനം മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് K. രാജു 2 വർഷം മുമ്പ് ന്യൂസ് 18 നിന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമുക്ക് ഈ സർക്കാർ ഓഫീസിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ DEO, AE ഓഫീസ്, ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൾ ഉൾപ്പെടെ എല്ലാ ഓഫീസുകളും ഒരു കെട്ടിടത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്ന ആശയം ഉദിക്കുന്നത്. ഇതിനായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിരുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 5 വർഷം മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് പുനലൂർ TBയിലെ ചെറിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. പരിമിതമായ സൗകര്യങ്ങളിൽ കഴിഞ്ഞ 5 വർഷമായി ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്ന വാഗ്ദാനം ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. പഴയ ഉപജില്ലാ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളെ മൃഗാശുപത്രിയുടെ പിറകിലായിട്ടാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്ന് അതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയാണ്.
അത് പിന്നെ അവിടെ ഉള്ള ആ സ്ഥാപനം മാറ്റി സ്ഥാപിച്ചിട്ട് ഇന്ന് കുറേ വർഷങ്ങളായി. ഈ പുനലൂർ TBയിലാണ് അത് മാറ്റി പാർപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് വളരെ ശോചനീയമായ രീതിയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മളെ മന്ത്രി P. രാജു സഹാവ് പറഞ്ഞത്, പിന്നെ അവിടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അത് വലിയ കോംപ്ലക്സ് പണിയാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. ഇതുവരെ അത് ഒരു വിധത്തിലും പിന്നെ പണികളോ മറ്റു കാര്യങ്ങളോ ഇതുവരെ നടന്നിട്ടില്ല. കഴിഞ്ഞ പുനലൂർ MLAയുടെ പ്രഖ്യാപനത്തിൽ 5 കോടി രൂപ അനുവദിക്കുകയും ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചതായും പറയുന്നു. എന്നാൽ ഇതുവരെയും എന്തുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ആർക്കും കഴിയുന്നില്ല. പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് തൊട്ടടുത്താണ് നിർദ്ദിഷ്ട സ്ഥലം. നിലവിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സമീപത്തെ മൃഗാശുപത്രിയിലെ നായ്ക്കളെ പാർപ്പിച്ചിരിക്കുകയാണ്. വന്ധ്യംകരണത്തിനും കനേൻ ഡിസ്റ്റംബർ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച നായ്ക്കൾക്കും ഇവിടെയാണ് ചികിത്സ ഒരുക്കുന്നത്. പുതിയ ബജറ്റ് വർഷമെങ്കിലും നിർമ്മാണം ആരംഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. പൊള്ളയായ വാഗ്ദാനം നൽകുന്നതിലൂടെ നിരവധി സർക്കാർ ഓഫീസുകളാണ് ഇത്തരത്തിൽ അന്യാധനപ്പെട്ടു കിടക്കുന്നത്. ഇത് പ്രയോജനപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണുള്ളത്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് തൊടുപുഴയിൽ നിന്നുള്ള യുവ കർഷകൻ. ഉടുമ്പന്നൂർ സ്വദേശി ഷബീറാണ് ജൈവ കൃഷിയിലൂടെ വിജയം കൊയ്തിരിക്കുന്നത്. 13 ഇനം പച്ചക്കറികളാണ് 1 ഹെക്ടറോളം വരുന്ന കൃഷിയിടത്തിൽ വിളയിച്ചത്. കൃഷി ലാഭകരമാണോ എന്ന് ഉടുമ്പന്നൂർ സ്വദേശിയായ ഷബീറിനോട് ചോദിച്ചാൽ അധികം ആലോചനയുമൊന്നുമില്ലാതെ അതേ എന്ന മറുപടിയാകും ഇദ്ദേഹം പറയുക. ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വരിക്കമറ്റം എന്ന പ്രദേശം 4 വശവും തേക്ക് പ്ലാന്റേഷൻ നിറഞ്ഞ വനത്താൽ ചുറ്റപ്പെട്ട ചെറിയ ഗ്രാമമാണ്. ഇവിടെ നേരിട്ടെത്തിയാൽ ഷബീറിന് മറുപടിയുടെ അർത്ഥമെന്താണെന്ന് അറിയാം. തണ്ണിമത്തൻ, വെണ്ട, പയർ, പടവലം, ചുരയ്ക്ക, തക്കാളി എന്നിവ ഉൾപ്പെടെ 13ഓളം ഇനം പച്ചക്കറികളാണ് ഷബീർ തന്റെ 2.5 ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ വിളയിച്ചത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ തന്നെ ആദ്യമായി വിപുലമായ രീതിയിൽ തണ്ണിമത്തൻ കൃഷി നടത്തിയ ഇദ്ദേഹം വിജയകരമായി അതിന്റെ വിളവെടുപ്പും നടത്തി. ഷബീർ എന്ന കർഷകൻ കൃഷിയിൽ വ്യത്യസ്തങ്ങളാർന്ന പരീക്ഷണങ്ങൾ നടത്തി മാതൃക തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലൊന്നും സുലഭമായി ലഭിക്കാത്ത തണ്ണിമത്തൻ കൃഷി ചെയ്ത് 100 മേനി വിളവെടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിനാണ് നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തണ്ണിമത്തൻ മാത്രമല്ല, വിവിധങ്ങളായ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്ത് അതിനോടൊപ്പം മത്സ്യവും കൃഷി ചെയ്തൊരു സംയോജിത കൃഷിയിലൂടെ വ്യത്യസ്തമായ മാതൃകയാണ് ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഷബീർ എന്ന ഈ കർഷകൻ തീർത്തിട്ടുള്ളത്. പച്ചക്കറി കൃഷിക്ക് പുറമെ വിപുലമായ രീതിയിലുള്ള മത്സ്യകൃഷിയും 1 ഹെക്ടറോളം വിസ്തൃതമായ ഈ കൃഷിയിടത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയും മക്കളുമാണ് നമ്മുടെ ഏറ്റവും ഫുൾ സപ്പോർട്ട്. പിന്നെ നമ്മുടെ കൂടെ 3 ചേച്ചിമാരുണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ അധ്വാനം അവരുടെയാണ്. നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ നമ്മുടെ പുറകെ മുൻപന്തിയിലുണ്ട്. പഞ്ചായത്തിൽ നിന്ന് അവർക്ക് അവരുടെ ഫുള്ള് സപ്പോർട്ടുമുണ്ട്. പിന്നെ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഒരു 5-6 പ്രാവശ്യം വന്ന് നമുക്കെല്ലാ നിർദ്ദേശങ്ങളും എല്ലാം തന്നു. അവരെല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്യാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്വന്തം സ്ഥാപനത്തിലൂടെയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളുടെയും തൊടുപുഴ മാർക്കറ്റ് എന്നിവിടങ്ങളിലുമായാണ് വിൽപ്പന നടത്തുന്നത്. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപയാണ് കൃഷിയിൽ നിന്നും ഷബീറിന്റെ വരുമാനം. ന്യൂസ് 18 ഇടുക്കി. തിരുവമ്പാടി IHRD കോളേജിലെ വിദ്യാർത്ഥികൾ മുക്കം ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 2 മുതൽ 5 വരെ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന സാങ്കേതിക, സാംസ്കാരിക, സംരംഭകത്വ മേളയായ IHRD തരംഗ് 2023ന്റെ ഭാഗമായിട്ടാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ആദ്യമായി ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന സാങ്കേതിക, സാംസ്കാരിക, സംരംഭകത്വ മേളയുടെ ഭാഗമായാണ് ഫ്ലാഷ് മോബ്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 87 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേർന്ന് ആദ്യമായി ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്നതാണ് മേള. ഫെബ്രുവരി 2 മുതൽ 5 വരെയാണ് പരിപാടി. IHRD തരംഗ് 2023ന്റെ ഭാഗമായി തിരുവമ്പാടി IHRD കോളേജിലെ വിദ്യാർത്ഥികളാണ് മുക്കം ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. മറ്റ് ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. കേരളത്തിലെ 14 ജില്ലകളിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുന്നുണ്ട്. മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ലാഷ് മോബ് തിരുവമ്പാടി IHRD കോളേജിലെ പ്രിൻസിപ്പൽ സജീവ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 മുക്കം.
ആറ്റിങ്ങൽ നഗരസഭയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം OS അംബിക MLA നിർവഹിച്ചു. നഗരസഭാ പരിധിയിൽ വഴിയോര വിശ്രമ കേന്ദ്രവും പൊതു ശൌചാലയവും ഒരുക്കുന്ന പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിലാണ് ടേക്ക് എ ബ്രേക്ക് ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. ഹൈവേയുടെ വശങ്ങളിൽ യാത്ര ചെയ്തു വരുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും അല്പസമയം വിശ്രമിക്കാനും അത്യാവശ്യം ലഘുഭക്ഷണങ്ങൾ ലഭ്യമാക്കാനും ഉതകുന്ന തരത്തിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അർബൻ അഗ്ലോമറേഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ടേക്ക് ആൻഡ് ബ്രേക്ക് എന്ന പദ്ധതി ഇന്നിവിടെ സർക്കാരിന്റെ ഞങ്ങൾ ഒന്നാം പദ്ധതി ഉൾപ്പെടുത്തിയാണ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഗവൺമെന്റ് ഇപ്പോൾ ഫെബ്രുവരി മുതൽ രണ്ടാം പൂർണ്ണകർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലത്തിലുടനീളം നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പരിധിയിൽ മാത്രം KSRTC ബസ് സ്റ്റാൻഡ്, കോടതി സമുച്ചയം, പൂവൻപാറ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മുക്കം നഗരസഭയിലെ വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന് തുടക്കമായി. മുക്കം ഫയർ സ്റ്റേഷന് മുന്നിൽ നടന്ന പരിപാടി മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി റോഡരികിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. മുക്കം ഫയർ സ്റ്റേഷന് മുന്നിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ചിലർക്കെങ്കിലും പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ദുശീലമുണ്ടെന്നും ഇത്തരക്കാരെ ബോധവൽക്കരിച്ച് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. വരും ദിവസങ്ങളിൽ ഡിവിഷൻ തലത്തിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു അറിയിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി നാം ഒരുപാട് വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ജനങ്ങളാകെ ചില ആളുകളെങ്കിലും തൻ്റെ സ്വന്തം വേസ്റ്റുകൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വലിച്ചെറിയൽ മുക്ത കേരളം എന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ചടങ്ങിൽ കൗൺസിലർ ഗഫൂർ കല്ലൂരുട്ടി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KP ചാന്ദിനി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, എയർഫോഴ്സ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. കാസർഗോഡ് ചെർക്കളയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ ദിവസം ഡ്രെയിനേജിനകത്ത് വീണ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് ഒരുങ്ങുകയാണ് CPM. ദേശീയപാതയ്ക്കരികിൽ ചെർക്കള ടൗണിലാണ് അധികൃതരുടെ അനാസ്ഥ. പല സ്ഥലങ്ങളിലും ഡ്രെയിനേജിന് സ്ലാബില്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോകുകയായിരുന്ന 10 വയസ്സുകാരന് ഡ്രെയിനേജിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് CPM ചെങ്കള ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക, ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ഡ്രെയിനേജിനകത്ത് വീണ് പരുക്കുപറ്റ കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായും ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കാനിടയാകുന്ന വിധം ഒരു അപകടകരമായ വിധത്തിലുള്ള ഡ്രെയിനേജാണ് അവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ചെറുക്കള പ്രദേശത്തിനകത്ത് ഉൾപ്പെടെ ചെങ്കള പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ തെരുവുകളിൽ വലിച്ചെറിയപ്പെടുകയാണ്. ചെങ്കളയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് പാർട്ടി പ്രവർത്തകരും പ്രദേശവാസികളും. ന്യൂസ് 18 കാസർഗോഡ്. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയാണ്. ദിവസേന നിരവധി വാഹനങ്ങളിൽ പച്ചക്കറിയും ആടുമാടുകളും കോഴിയും ജില്ലയിലേക്ക് എത്താറുണ്ട്. എന്നാൽ കൃത്യമായ പരിശോധനകളില്ലാതെയാണ് ഇവ അതിർത്തി കടന്ന് എത്തുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷയിൽ ആശങ്ക വർദ്ധിക്കുമ്പോഴും പോരായ്മകൾ പരിഹരിക്കാൻ പ്രാരംഭ നടപടികൾ പോലും ഉണ്ടാകുന്നില്ല.
അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ പരിശോധന നടത്താതെയാണ് ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടക്കുന്നത്. ജില്ലയിൽ 4 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. കമ്പംമെട്ട്, കുമളി, ബോഡിമെട്ട്, ചിന്നാർ എന്നീ ചെക്ക് പോസ്റ്റുകളിൽ ഒരിടത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയില്ല. കമ്പംമെട്ട്, കുമളി, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഓഫീസുണ്ടെങ്കിലും പരിശോധന നാമമാത്രമാണ്. ഡയറി, ഫിഷറീസ് വകുപ്പിന്റെയും പരിശോധന കൃത്യമായി നടക്കുന്നില്ല. ചെക്ക് പോസ്റ്റുകളിലൊന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളോ അവർക്ക് ഓഫീസോ ഇല്ലാത്തത് ഈ രംഗത്ത് ആരോഗ്യ മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാണ്. ജില്ലയിൽ 75ഓളം ഭക്ഷണശാലകൾക്കെതിരെയാണ് സമീപകാലത്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളിലെ വിഷബാധ കണ്ടെത്താൻ കാക്കനാടുള്ള ലാബിനെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആശ്രയിക്കുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയാൽ പഴകിയതും ഗുണമേന്മയില്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ കടന്നുവരുന്നത് ഒരു പരിധിവരെ തടയാനാകും. ഭക്ഷ്യ സാധനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ലാബ് എറണാകുളം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഇടുക്കി ജില്ലയിലും ഒരെണ്ണം അതിർത്തി പോസ്റ്റുകളുടെ അടുത്ത് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഗുണമേന്മകൾ പരിശോധിച്ചുകൊണ്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. എറണാകുളത്ത് പഴകിയ ഇറച്ചി പിടികൂടി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഇതുവരെയും പരിശോധന കർശനമാക്കിയിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. വേനൽ ശക്തമായതോടെ ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ കാട്ടുതീ ഭീതിയിൽ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ രാത്രികാല ക്യാമ്പ് ഫയറുകൾ നടത്തുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് നിർദ്ദേശം. മൊട്ടക്കുന്നുകൾ ഉൾപ്പെടുന്ന മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നും അഗ്നിശമന സേന അറിയിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഡിസംബർ മുതൽ കനത്ത വേനലാണ് ഇടുക്കിയിൽ അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്ത് കാട്ടുതീ പടർന്ന് ഏറ്റവുമധികം നാശനഷ്ടമുണ്ടാകുന്നത് മൊട്ടക്കുന്നുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്. പലപ്പോഴും കൃഷിയിടങ്ങളിലേക്ക് തീ വ്യാപിച്ച് വൻ നാശത്തിന് ഇടയാക്കും. കുറ്റിക്കാടുകൾക്ക് ചിലർ തീയിടുന്നതും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കുന്ന ക്യാമ്പ് ഫയറിലെ തീ അണയ്ക്കാത്തതും തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. എല്ലാ വർഷവും ഈ വിനോദസഞ്ചാരത്തിനായിട്ട് യുവാക്കൾ കൂടുതൽ പേര് വരുന്നുണ്ട്, അല്ലാത്തവരും വരുന്നുണ്ട്. അവര് ക്യാമ്പ് ഫയർ ഇടുന്നുണ്ട്, ടെന്റ് ഇട്ട് താമസിക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ബീഡി സിഗരറ്റ് മുതലായവ വലിച്ചിട്ട് അതിന്റെ അണയാതെ പുറത്ത് കളയുന്നത് മൂലവും അല്ലാതെ തീയിടുന്നത് മൂലവും തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീയിടുന്നത് മൂലമൊക്കെ ധാരാളം തീപിടുത്തം ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും. മുൻവർഷങ്ങളിൽ ഇടുക്കിയിൽ കാട്ടുതീ ഏറ്റവുമധികം നാശം വിതച്ചത് രാമക്കൽമേട്, കൈലാസപ്പാറ, ഉടുമ്പൻചോല മേഖലകളിലാണ്. കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫയർ ലൈൻ തെളിയിക്കണമെന്നും ക്യാമ്പ് ആസൂത്രണം ചെയ്യുന്നവർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അഗ്നിശമന സേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് ഇടുക്കി ചെങ്കുളത്ത് നിർമ്മിച്ച നീന്തൽക്കുളം ഉപയോഗിക്കാതെ നശിക്കുന്നു. ചെങ്കുളം ഗവൺമെന്റ് LP സ്കൂളിനോടനുബന്ധിച്ചാണ് നീന്തൽക്കുളം നിർമ്മിച്ചത്. സമീപ മേഖലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. 2020-21 സാമ്പത്തിക വർഷത്തിൽ 30 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് നീന്തൽക്കുളം നിർമ്മിച്ചത്. ജലാശയങ്ങളിലെ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് പദ്ധതിയൊരുക്കിയത്. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കുട്ടികൾക്കൊപ്പം സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കും പരിശീലനം നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. കോവിഡ് പ്രതിസന്ധിക്കു ശേഷം ഒരു കുട്ടിക്ക് പോലും ഇവിടെ പരിശീലനം നൽകിയിട്ടില്ല. കുളവും മോട്ടറുമൊക്കെ കാട് കയറി നശിക്കുന്ന അവസ്ഥയിലാണ്. പദ്ധതിയുടെ ഗുണം കുട്ടികൾക്ക് ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. നാക് അക്രഡിറ്റേഷനിൽ AA+ നേടി ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ് കോളേജ്. 3.66 പോയിന്റോടെയാണ് സെയിന്റ് ജോസഫ് കോളേജ് നേട്ടം കൈവരിച്ചത്. 60ാം വാർഷികം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നാക് അക്രഡിറ്റേഷനിൽ A++ സ്വന്തമാക്കുന്നത്. നിലവിൽ കോളേജിനുണ്ടായിരുന്ന A ഗ്രേഡ് മറികടന്ന് 3.66 പോയിന്റോടെയാണ് A++ ഗ്രേഡിലേക്കുള്ള കുതിച്ചുചാട്ടം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ രണ്ടാമത്തെ വനിതാ കോളേജും കേരളത്തിലെ ഒന്നാമത്തെ വനിതാ കോളേജുമാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ്. 2019-20, 2020-21 അധ്യയന വർഷങ്ങളിൽ കേരള സർക്കാരിന്റെ ലേണിംഗ് അവാർഡ് കോളേജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച IEDCക്കുള്ള പുരസ്കാരവും കോളേജിന് സ്വന്തമാണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് ഓട്ടോണമസ് കലാലയം ദേശീയ വിലയിരുത്തലിൽ A++ 3.66 പോയിന്റോടെ കേരളത്തിലെ വനിതാ കോളേജുകളിൽ 1ാം സ്ഥാനത്തേക്കും ഇന്ത്യയിലെ തന്നെ വനിതാ കോളേജുകളിൽ 2ാം സ്ഥാനത്തേക്കും എത്തിയിരിക്കുകയാണ്. ഈ വലിയ നേട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്.
കായിക രംഗത്തും നിരവധി നേട്ടങ്ങൾ കോളേജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കോളേജിൽ NCCയുടെ 50ാം വാർഷികം പ്രമാണിച്ച് പണിതീർത്ത അമർ ജവാൻ സ്മാരകം, ബൂട്ട് ഇൻക്യുബേഷൻ സെന്റർ, സൈക്കോ പാർക്ക് തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. രാജ്യത്തെ നിലവാരമുള്ള ഗവേഷണ പ്രബന്ധങ്ങളും സൈറ്റേഷൻ ഇൻഡെക്സും ഇവിടുത്തെ അധ്യാപന മികവിന്റെ നേർചിത്രങ്ങൾ. ഡോക്ടർ സിസ്റ്റർ എലൈസയാണ് കോളേജിന്റെ പ്രിൻസിപ്പൽ. ന്യൂസ് 18 തൃശൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.